ഇവിടെ ഐസോമെട്രിക് പ്രൊജക്ഷൻ വരയ്ക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഒരു ഹെമിസ്ഫിയർ അത് ഒരു സ്ക്വയർ പ്രിസത്തിന്റെ മുകളിൽ നിൽക്കുകയാണ്. ആ സ്ക്വയർ പ്രിസത്തിന്റെ ബേസ് ഡയമെൻഷൻ തന്നിട്ടുണ്ട്. യു ക്യാൻ സീ ഹിയർ. ഈ സ്ക്വയർ പ്രിസത്തിന്റെ ബേസ് ഡയമെൻഷൻ എന്ന് പറയുന്നത് ഒരു 40 mm ആണ്. ഇതിന്റെ ഹൈറ്റ് 60 mm ആണ്. പിന്നെ അതിന്റെ മുകളിൽ ഒരു ഹെമിസ്ഫിയർ ഉണ്ട്. ആ ഹെമിസ്ഫിയറിന്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട്. ഇറ്റ് ഇസ് 50 mm. ഓക്കെ, സോ ഇതാണ് ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ ഐസോമെട്രിക് വ്യൂ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു വ്യൂ ആണ് നമുക്ക് ഫൈനലി കിട്ടുക. ഇതാണ് നമ്മൾ വരച്ച് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ നോക്കിയത് വരച്ച് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താ കിട്ടുക? ഇങ്ങനെ ഒരു നിങ്ങൾക്കൊരു ഇവിടെ നോക്കി നിങ്ങളുടെ സ്ക്വയർ ഷേപ്പ് ഒരു പാരലലോഗ്രാമിന്റെ ഷേപ്പിലായി മാറി. ഇവിടെ താഴെയും ഒരു സ്ക്വയർ ഷേപ്പ് ഉണ്ട്, അത് ഒരു പാരലലോഗ്രാമിന്റെ ഷേപ്പിലായി. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഒരു ഇവിടെ ഒരു എലിപ്സ് നിങ്ങൾക്ക് കിട്ടി. ഓക്കെ, ആ എലിപ്സിൽ നിന്ന് താഴേക്ക് നിങ്ങൾക്ക് ഒരു ആർക്ക് ഇങ്ങനെ ഒരു സർക്കിൾ അല്ലെങ്കിൽ ഒരു ഹെമിസ്ഫിയർ വരയ്ക്കാം. ഇതാണ് വരച്ച് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇതിന്റെ ടോപ്പ് വ്യൂ നിങ്ങൾ നോക്കി നോക്കിയേ. ടോപ്പ് വ്യൂ എന്തായിരിക്കും? നമ്മൾ ടോപ്പ് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ ഒരു സർക്കിൾ കാണാം. ആ സർക്കിളിന്റെ താഴെ ഒരു സ്ക്വയർ ഉണ്ട്. ആ സ്ക്വയറിന്റെ കോർണേഴ്സ് മാത്രം നമുക്ക് കാണാം, ഇല്ലേ? ഇനി ഇതിന്റെ ഫ്രണ്ട് വ്യൂ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് കാണാം. ഒരു ഫ്രണ്ടിൽ ഒരു റെക്ടാംഗിൾ ഉണ്ടായിരിക്കും, പിന്നെ ഒരു സെമി സർക്കിൾ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇത് മൂന്നാണ് നമ്മൾ വരച്ച് കംപ്ലീറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഐസോമെട്രിക് പ്രൊജക്ഷൻ വേണ്ടിയിട്ട്. ഇനി പ്രൊജക്ഷൻ ആയതുകൊണ്ട് തന്നെ ഐസോമെട്രിക് സ്കെയിൽ വരയ്ക്കണം. ഐസോമെട്രിക് സ്കെയിലായിരിക്കണം നിങ്ങളുടെ ആയിരുന്നു. നമ്മുടെ ഐസോമെട്രിക് പ്രൊജക്ഷൻ ആയതുകൊണ്ട് തന്നെ ആദ്യം ഐസോമെട്രിക് സ്കെയിൽ വരച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഐസോമെട്രിക് സ്കെയിൽ വരയ്ക്കാനായിട്ട് ഈ ക്വസ്റ്റനിലെ ഏറ്റവും മാക്സിമം ഡയമെൻഷൻ ആയിട്ടുള്ള 60 mm ഞാൻ എടുക്കുകയാണ്. എന്നിട്ട് ആ 60 mm ഹൊറിസോണ്ടലി മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് അതിന്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഞാനൊരു 15 ഡിഗ്രി ലൈൻ ആദ്യം വരയ്ക്കുന്നു. കണ്ടോ, ലെഫ്റ്റ് പോയിന്റിൽ നിന്ന് 15 ഡിഗ്രി ലൈൻ വരയ്ക്കുന്നു. അതിനുശേഷം ഞാൻ ഈ റൈറ്റ് പോയിന്റിൽ നിന്ന് 45 ഡിഗ്രി ലൈൻ വരയ്ക്കുകയാണ്. ഇത് രണ്ടും മീറ്റ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ഒരു ട്രയാംഗിൾ കിട്ടും. യു ക്യാൻ സീ ദാറ്റ്. എനിക്ക് ആ ട്രയാംഗിൾ കൺസ്ട്രക്ട് ചെയ്യാം. ഇതാണ് എന്റെ ഐസോമെട്രിക് സ്കെയിൽ എന്ന് പറയുന്നത്. ഈ സ്കെയിൽ ഉപയോഗിച്ച് എനിക്ക് കണ്ടുപിടിക്കാം എത്രയായിരിക്കും ഐസോമെട്രിക് പ്രൊജക്ഷനിൽ 60 mm എന്നുള്ളത്. 60 mm എന്ന് പറയുന്നത് 49 mm ആക്കി ചെറുതാക്കി വരയ്ക്കണം എന്റെ ഐസോമെട്രിക് പ്രൊജക്ഷനിൽ. ഓക്കെ, സോ ഐസോമെട്രിക് പ്രൊജക്ഷൻ വരയ്ക്കാനുള്ള സ്കെയിൽ നമുക്ക് കിട്ടി. എനിക്ക് ബാക്കി വരുന്ന ഡയമെൻഷൻസ് എന്ന് പറയുന്നത് ഒരു 50 mm ഉണ്ട്. സോ ആ 50 mm എനിക്ക് സ്കെയിൽ മാർക്ക് ചെയ്യാം. അതിനുശേഷം ഞാൻ ആ 50 mm അവസാനിക്കുന്നിടത്തുനിന്ന് അതല്ലെങ്കിൽ അടുത്ത വേറൊരു വാല്യൂ 40 mm കൂടെ മാർക്ക് ചെയ്യാം. കാരണം 3 ഡയമെൻഷൻസ് ആയി ക്വസ്റ്റ്യനിലുള്ളത് 60 mm, 50 mm, 40 mm. ഈ 3 ഡയമെൻഷൻസും ഐസോമെട്രിക് പ്രൊജക്ഷനിലേക്ക് വരുമ്പോൾ എത്രയായിരിക്കും എന്നുള്ളത് കണ്ടുപിടിക്കാം. അതിന് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ 50 mm അവസാനിക്കുന്ന ഈ പോയിന്റിൽ ഇവിടെ ഒരു 45 ഡിഗ്രി ലൈൻ അങ്ങോട്ട് വരയ്ക്കുക. സോ 45 ഡിഗ്രി ലൈൻ അങ്ങോട്ട് വരച്ചതിന് ശേഷം അതുപോലെ 40 mm അവസാനിക്കുന്നിടത്തും 45 ഡിഗ്രി ലൈൻ വരയ്ക്കുക. അപ്പൊ ഈ 45 ഡിഗ്രി ലൈൻ വരയ്ക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 ലൈൻസും പാരലൽ ആയിരിക്കണം, അത്രേ ഉള്ളൂ. ഓക്കെ, പാരലൽ ലൈൻസ് ആയിരിക്കണം. ഇതും അങ്ങനെ 3 ലൈൻസും പാരലൽ ആയിട്ട് വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കറസ്പോണ്ടിംഗ്ലി നമുക്ക് ഐസോമെട്രിക് പ്രൊജക്ഷൻ വാല്യൂസ് കിട്ടും. അതായത് 50 mm എന്ന് പറയുന്നത് ഇവിടെ വന്നത് ടച്ച് ചെയ്യും, 41 mm ആയിട്ട് മാറും. അതുപോലെ 40 mm എന്ന് പറയുന്നത് ഐസോമെട്രിക് പ്രൊജക്ഷനിൽ വരയ്ക്കുമ്പോൾ അത് 33 mm ആയിട്ട് മാറും. സോ ഇങ്ങനെ നമുക്ക് സ്കെയിൽ പ്രിപ്പയർ ചെയ്ത് ആദ്യമേ വെക്കാം. അപ്പൊ ഇനി ക്വസ്റ്റ്യനിൽ 60 mm എവിടെയൊക്കെ പറയുന്നോ അവിടെ നമുക്ക് 49 mm കൊടുക്കാം. 50 mm എവിടെയൊക്കെ പറയുന്നോ അവിടെയൊക്കെ നമുക്ക് 41 mm കൊടുക്കാം. പിന്നെ 40 mm പറയുന്ന സ്ഥലങ്ങളിൽ 33 mm കൊടുക്കാം. ഓക്കെ, സോ ഇതാണ് ഐസോമെട്രിക് പ്രൊജക്ഷനിൽ കൺവേർട്ട് ചെയ്യേണ്ട സ്കെയിൽ. നെക്സ്റ്റ് നമ്മൾ ഇതിന്റെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ ആണ് ഇപ്പോൾ വരച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് ഒരു സ്ക്വയർ പ്രിസത്തിന്റെ മുകളിൽ നേരെ ഒരു ഹെമിസ്ഫിയർ നിങ്ങൾ അങ്ങനെ വെച്ചേക്കാണ്. ഒരു സെമി സർക്കിളാണ് വരയ്ക്കേണ്ടത് കേട്ടോ. അപ്പോ ഇത് റേഡിയസ് എടുക്കുക. അതായത് ഈ ഒരു റെക്ടാങ്കിളുടെ നേരെ സെന്റർ വരിക. സെന്ററിൽ നിന്ന് നേരെ അതിന്റെ റേഡിയസ് ഹൈറ്റ് കൊടുക്കുക. എന്നിട്ട് ഒരു സർക്കിൾ വരയ്ക്കുക. സർക്കിൾ വരച്ചിട്ട് അതിന്റെ പകുതി ഭാഗം കട്ട് ചെയ്ത് കളയുക, അല്ലെങ്കിൽ പകുതി ഭാഗം മാച്ച് കളയുക. എന്നിട്ട് ഒരു ഹൊറിസോണ്ടൽ ലൈൻ അങ്ങോട്ട് വരയ്ക്കുക. ഇത്രയേ ഉള്ളൂ ഫ്രണ്ട് വ്യൂ. ഓക്കെ, ടോപ്പ് വ്യൂ ഇതാണ്. ഒരു സ്ക്വയർ ഉണ്ടായിരിക്കും. ആ സ്ക്വയറിന്റെ ഡയമെൻഷൻ 33 ആണ്. നിങ്ങൾക്കറിയാം നമ്മൾ 40 ആണ് സ്ക്വയറിന്റെ ഡയമെൻഷൻ. പക്ഷെ അത് ഐസോമെട്രിക് പ്രൊജക്ഷനിലേക്ക് മാറ്റുമ്പോൾ 33 ആവും. 33യുടെ ഒരു സ്ക്വയർ വരയ്ക്കുക. എന്നിട്ട് ആ സ്ക്വയറിന്റെ സെന്റർ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഒരു സർക്കിൾ വരയ്ക്കുക. ആ സർക്കിൾ എന്ന് പറയുന്നത് 50 mm ആണ്. ഐസോമെട്രിക് പ്രൊജക്ഷനിൽ വരുമ്പോൾ അത് 41 mm ആയിട്ട് മാറും സർക്കിൾ. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ ഇത് രണ്ടുമാണ് നിങ്ങൾ ആദ്യം ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും വരയ്ക്കേണ്ടത്. ഇനി നമുക്ക് ഐസോമെട്രിക് വ്യൂ വരയ്ക്കാം. സോ ഐസോമെട്രിക് പ്രൊജക്ഷൻ വരയ്ക്കാനായിട്ട് നമുക്ക് ആദ്യം താഴെയുള്ള പ്രിസം സ്ക്വയർ പ്രിസത്തിന്റെ ഐസോമെട്രിക് പ്രൊജക്ഷൻ വരയ്ക്കാം. അതിനായിട്ട് ആദ്യം ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കാം. ആ ഹൊറിസോണ്ടൽ ലൈൻ വരച്ചതിന് ശേഷം 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് ലൈൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും വരയ്ക്കാം. ഓക്കെ, അതിനുശേഷം അതിനകത്ത് ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുക. നമ്മുടെ ഐസോമെട്രിക് പ്രൊജക്ഷനിൽ സ്ക്വയർ പ്രിസത്തിന്റെ ഡയമെൻഷൻ എത്രയാണ് കൊടുത്തിരിക്കുന്നത്? 41 mm ആണ് വരുന്നത്. സോറി, 41 അല്ല, 33 mm. കാരണം ആ സ്ക്വയറിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 40 mm ആണ്. സോ അതിനെ ഐസോമെട്രിക് സ്കെയിലിൽ നമ്മൾ മാറ്റുമ്പോൾ കൺവേർട്ട് ചെയ്യുമ്പോൾ യു കൻ സീ 40 എന്ന് പറയുന്നത് 33 ആയി മാറും. സോ 33 mm വരുന്ന ഒരു പാരലോഗ്രാം വേണം നമ്മൾ താഴെ സ്ക്വയറിന് വേണ്ടി കൺസ്ട്രക്ട് ചെയ്യാനായിട്ട്. ഓക്കെ, കണ്ടോ 33. എന്നിട്ട് നമ്മൾ ഇതിന് ഹൈറ്റ് കൊടുക്കുക. 60 mm ആണ് ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. പക്ഷേ പ്രൊജക്ഷനിൽ വരുമ്പോൾ അത് 49 mm ആയിട്ട് മാറും. ഐസോമെട്രിക് സ്കെയിലിൽ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ 49 mm ആയിട്ട് മാറും. എന്നിട്ട് അതിന്റെ മുകളിൽ സെന്റർ പോയിന്റ് മാർക്ക് ചെയ്യും. കാരണം ഈ സെന്റർ പോയിന്റ് വെച്ച് വേണം നമുക്ക് ഇനി ആ ഹെമിസ്ഫിയർ വരയ്ക്കാൻ. അപ്പോൾ ഹെമിസ്ഫിയർ എന്ന് പറയുമ്പോൾ
നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹെമിസ്ഫിയറിന്റെ ടോപ്പ് പോർഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ഒരു ഫിഗർ നോക്കി കഴിഞ്ഞാൽ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഹെമിസ്ഫിയറിന്റെ ഈ ടോപ്പ് പോർഷൻ എന്ന് പറയുന്നത് സർക്കുലർ ഷേപ്പ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഈ സർക്കുലർ ഷേപ്പിനെ നമ്മൾ ഒരു ഐസോമെട്രിക് വ്യൂവിൽ നോക്കുമ്പോൾ അതൊരു എലിപ്റ്റിക്കൽ ഷേപ്പ് ആയിട്ട് മാറും. അപ്പൊ ഈ എലിപ്സ് നമുക്ക് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ, എലിപ്സ് വരയ്ക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം തന്നെ നമുക്ക് ഈ സർക്കിളിനെ നമ്മൾ ചെയ്തിട്ടുണ്ട്, കോൺ വരയ്ക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് ഈ മെത്തേഡ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സർക്കിൾ എലിപ്സ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സർക്കിളിന്റെ ഡയമീറ്റർ വെച്ചിട്ട് ഒരു പാരലഗ്രാം വരയ്ക്ക്. ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആ ഫേസിന്റെ, അതായത് ഈ ഒരു സ്ക്വയർ ഫേസിന്റെ സെൻട്രിൽ നിന്ന് നമുക്ക് ഹൈറ്റ് കൊടുക്കാം. അതായത് കണ്ടോ, നിങ്ങളുടെ ഈ സ്ക്വയർ ഫേസിന്റെ സെൻട്രിൽ നിന്ന് ഈ ഒരു പെർട്ടിക്കുലർ ഷേപ്പിന്റെ, അതായത് നിങ്ങളുടെ ആ സർക്കുലർ ഷേപ്പിന്റെ, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഇലക്ട്രിക്കൽ ഷേപ്പ് വരാൻ പോകുന്നതിന്റെ ടോപ്പ് പോയിന്റ് ആണ്. ഓക്കെ, ഈ ഹൈറ്റ് എന്ന് പറയുന്നത് റേഡിയസ് ആണ്. അപ്പൊ ഈ റേഡിയസ് നമ്മൾ ഐസോമെട്രിക് പ്രൊജക്ഷനിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ ഡയമീറ്റർ 41 ആണ് ഐസോമെട്രിക് പ്രൊജക്ഷനിൽ. അപ്പൊ റേഡിയസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അതിന്റെ പകുതി 20.5 ആയിരിക്കും. സോ ആ റേഡിയസ് ഞാൻ മാർക്ക് ചെയ്തു, കണ്ടോ 21 റേഡിയസ് ഞാൻ അതിനകത്ത് മാർക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ ആയിരിക്കും എന്റെ എലിപ്സ് വരാൻ പോകുന്നത്. ഈ ഹൈറ്റിലായിരിക്കും എന്റെ എലിപ്സ് വരാൻ പോകുന്നത്. ഇനി ഈ ഹൈറ്റിലാണ് എനിക്ക് എലിപ്സ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇനി എലിപ്സ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കോൺ വരയ്ക്കുമ്പോൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ്. കോണിന് നമ്മൾ ബേസ് സർക്കിൾ എത്രയാണോ അതിന്റെ ഡയമീറ്ററിന്റെ ഒരു സ്ക്വയർ വരയ്ക്കും, അതിന് 30 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് വരയ്ക്കും. ഇവിടെ ഡയമീറ്റർ എത്രയാണ്, 50 mm ആണ് ഡയമീറ്റർ. അത് ഐസോമെട്രിക് പ്രൊജക്ഷനിൽ വരുമ്പോൾ 41 mm ആണ്. സോ 41 mm ഒരു എന്താണ്, നമുക്ക് ഒരു റോംബസ് വരയ്ക്കാം. ഓക്കെ, 41 mm സൈഡ് വരുന്ന ഒരു റോംബസ് ഞാൻ കൺസ്ട്രക്ട് ചെയ്തു. കണ്ടോ 41 mm. ആ 41 mm റോംബസിനകത്ത് എനിക്ക് എലിപ്സ് വരച്ചാൽ മതി. എലിപ്സ് വരയ്ക്കാനുള്ള സ്റ്റെപ്പ് എന്താ, സിമ്പിൾ ആണ്. ഓപ്പോസിറ്റ് കോർണറിൽ നിന്ന് സൈഡിന്റെ സെന്ററിലേക്ക് വരയ്ക്കുക, കോർണറിൽ നിന്ന് സൈഡിന്റെ സെന്ററിലേക്ക് വരയ്ക്കുക, ഇവിടെയും കോർണറിൽ നിന്ന് സൈഡിന്റെ സെന്ററിലേക്ക്. അങ്ങനെ വരച്ചതിന് ശേഷം നിങ്ങൾ ഒരു കോമ്പസ് എടുക്കുക. കോമ്പസ് എടുത്ത് ഇവിടെ നിങ്ങളുടെ കോമ്പസിന്റെ ഷാർപ്പൻറ്റും ഇവിടെ പെൻസിലും വെച്ചുകൊണ്ട് ഒരു ആർക്ക് കട്ട് ചെയ്യുക. ഇങ്ങനെ. അതേപോലെ ഇവിടെ കോമ്പസ് വെക്കുക, എന്നിട്ട് ഇവിടെ നിങ്ങൾ പെൻസിൽ വെച്ചിട്ട് ഒരു ആർക്ക് കട്ട് ചെയ്യുക. ഇങ്ങനെ. പിന്നെ ഇവിടെ കോമ്പസ് വെച്ച് ഇവിടെ പെൻസിൽ വെച്ചിട്ട് ഒരു ആർക്ക് കട്ട് ചെയ്യുക. ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം. ഈ ഒരു എലിപ്സ് ആണ് നമുക്ക് ഇവിടെ സെന്റർ ചെയ്ത് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ എലിപ്സിന്റെ സെന്റർ നമുക്ക് മാർക്ക് ചെയ്യാം. സോറി, അപ്പൊ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യെസ്, ഈ എലിപ്സിന്റെ സെന്റർ നമുക്ക് അങ്ങോട്ട് മാർക്ക് ചെയ്യാം. അതിന് ഞാൻ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുന്നു, അതേപോലെ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കും. നോക്കി, ഇതാണ് എന്റെ എലിപ്സിന്റെ സെന്റർ. ഈ എലിപ്സിന്റെ സെന്റർ ഇവിടെ വരണം, ഈ 21 എന്ന് പറഞ്ഞ ഈ ഹൈറ്റിന്റെ സെന്ററിൽ വരണം. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചെയ്യുന്നത് ഇവിടെ നിന്ന് നേരെ ഈ ഡിസ്റ്റൻസ് ഒന്ന് മെഷർ ചെയ്യാം, 36. അതുപോലെ ഈ ഡിസ്റ്റൻസ് മെഷർ ചെയ്യണം 20. അപ്പൊ ഞാൻ ഈ സെന്ററിൽ ഹൊറിസോണ്ടലി 36 ഇവിടെ കൊടുക്കാൻ പോവാണ്. ഓക്കെ, ഇവിടെ 36 കൊടുക്കാൻ പോവാണ്. ഇവിടെയും 36 കൊടുക്കാം, വെക്കി അങ്ങോട്ടും 36 കൊടുക്കാം. മുകളിലേക്ക് 20, അതുപോലെ താഴേക്കും 20. ഓക്കെ, 20 താഴേക്കും 20. ഇത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് വാട്ട് ഐ എം ഗോയിങ് ടു ഡു ഇസ്, ഞാൻ ഈ എലിപ്സ് കംപ്ലീറ്റ്, ഈ ഒരു പെർട്ടിക്കുലർ ട്രയാങ്കിൾ, ഈ ഒരു പെർട്ടിക്കുലർ ഷേപ്പ് ഞാൻ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, 20 ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് 20. ദിസ് ഇസ് 20 ആണ്. ഓക്കെ, ഇനി എനിക്ക് ഇതേ വരച്ച എലിപ്സിനെ എനിക്ക് ഇവിടെ കൺസ്ട്രക്ട് ചെയ്യാം. ഇവിടെ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ഞാൻ എന്ത് ചെയ്താൽ മതി, ഞാൻ നേരെ ഈ ലൈൻസ് ഒക്കെ എനിക്ക് വേണമെങ്കിൽ കളയാം. അതായത് ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടി വരച്ചാണല്ലോ, ഇതൊക്കെ എനിക്ക് കളയാം. നിങ്ങൾ വേണമെങ്കിൽ വരച്ചിട്ടുണ്ടെങ്കിൽ ഇത് മാച്ച് കളയാം. ഓക്കെ, 20 ഒക്കെ നമുക്ക് കളയാം. ഇതാണ് എന്റെ ഷേപ്പ്. സോറി, ഇതാണ് എന്റെ ഷേപ്പ്. ഈ ഒരു പെർട്ടിക്കുലർ ഷേപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ആ ഷേപ്പിൽ ഞാൻ ഇനി എലിപ്സ് കൺസ്ട്രക്ട് ചെയ്യാൻ പോവാണ്. ഇവിടെ നിന്ന് ഇതിന്റെ സെന്ററിലേക്ക് ഒരു ലൈൻ വരയ്ക്കാം. ഇതിന്റെ സെന്ററിലേക്ക്, ഇവിടെ നിന്നും ഇതിന്റെ സെന്ററിലേക്ക് ഒരു വരയ്ക്കാം. ഒരു മിനിറ്റ്, സെന്റർ ആദ്യം മാർക്ക് ചെയ്യണം. ഇത് 41 ആണ്. സോ 20.5 എടുത്താൽ നമുക്ക് സെന്റർ കിട്ടും. ഓക്കെ, ഇതാണ് 20.5. 20.5 ഇതാണ് അതിന്റെ സെന്റർ കേട്ടോ. സോ ഇവിടെ നിന്നും ഇതിന്റെ സെന്ററിലേക്ക് ലൈൻ വരയ്ക്കാം. അതേപോലെ ഇവിടെ ഞാൻ ഈ 21 മാച്ച് കളയാണ്. ഓക്കെ, ഈ 21 കളയാൻ എനിക്ക് കാണാൻ വേണ്ടി മാത്രം. അതേപോലെ ഈ എഡ്ജിന്റെ സെന്റർ 21 ആയിരിക്കും. സോ ഇവിടെ നിന്നും 20.5 മാർക്ക് ചെയ്യാം. അപ്പോ നമുക്ക് 20.5 ഇവിടെ ഏകദേശം ഇവിടെ നമുക്ക് മാർക്ക് ചെയ്യാം സെന്റർ പോയിന്റ്. സോ ഇവിടെ എനിക്ക് സെന്റർ പോയിന്റ് കിട്ടി. ഇനി എനിക്ക് ഇവിടെ നിന്നും അവിടുത്തെ സെന്റർ പോയിന്റ് മാർക്ക് ചെയ്യാനായിട്ട്, ഇവിടെ മാർക്ക് ചെയ്യാനായിട്ട് എനിക്ക് പറ്റും. കിട്ടുന്നില്ല. 21 നമുക്ക് എടുക്കാം. അതേപോലെ ഇവിടെയും നമുക്ക് 21 എടുക്കാം. എന്നിട്ട് നമുക്ക് ഇവിടെ എലിപ്സ് കൺസ്ട്രക്ട് ചെയ്യാം. കോമ്പസ് എടുക്കുക, ഒരു ആർക്ക് ഇവിടെ കട്ട് ചെയ്യാം, ഇവിടെ ആർക്ക് കട്ട് ചെയ്യാം, ഇവിടെ ആർക്ക് കട്ട് ചെയ്യാം, അതുപോലെ ഇവിടെ ആർക്ക് കട്ട് ചെയ്യാം. ആണ് നിങ്ങൾക്ക് ഒരു എലിപ്സ് കിട്ടി. ഓക്കെ, ഇനി എലിപ്സ് കിട്ടിയതിന് ശേഷം നെക്സ്റ്റ് ചെയ്യേണ്ടത്, എലിപ്സ് കിട്ടിയതിന് ശേഷം ഈ ലൈൻസ് വരയ്ക്കാം സെന്റർ കിട്ടാൻ വേണ്ടി. എലിപ്സ് വരച്ചതിന് ശേഷം നെക്സ്റ്റ് വാട്ട് യു നീഡ് ടു ഡു ഇസ്, ഈ സെന്റർ പോയിന്റിൽ നിന്ന് നിങ്ങൾ നെക്സ്റ്റ് ചെയ്യേണ്ട ഈ സെന്റർ പോയിന്റിൽ നിന്ന് ഒരു ആർക്ക് എടുക്കുക. കോമ്പസ് എടുത്ത് ആർക്ക് എടുത്തതിന് ശേഷം ഈ സെന്റർ പോയിന്റിൽ നിന്ന് ഈ അറ്റത്തേക്ക് നിങ്ങൾ വയ്ക്കുക. എന്നിട്ട് പെൻസിൽ കൊണ്ട് ഒരു ആർക്ക് ഇങ്ങനെ കട്ടി. കണ്ടോ, കഴിയും. ഇനി ഞാൻ ആവശ്യമില്ലാത്ത ലൈൻസ് ഒക്കെ കളഞ്ഞ് കാണിക്കാം. ഇതൊക്കെ നമ്മൾ ഈ എലിപ്സ് വരയ്ക്കാൻ വേണ്ടി വരച്ചേക്കാം. ഈ ലൈൻസ് ഒക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. ഈ ലൈൻസ് ഒക്കെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഹെമിസ്ഫിയർ പ്രോപ്പർ ആയിട്ട് നമുക്ക് കിട്ടും.
ഓക്കെ, ഈ ലൈൻസ് ഒക്കെ നമ്മൾ എലിപ്സ് വരയ്ക്കാൻ വേണ്ടി നമ്മൾ പ്ലോട്ട് ചെയ്തേക്കുന്ന ലൈൻസ് ആണ്. ഇതൊക്കെ ഞാനൊന്ന് കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ എലിപ്സ് പ്രോപ്പർ ആയിട്ട് കിട്ടും. ഓക്കെ, ഡയമെൻഷൻ ലൈൻസ് ഒക്കെ കളയാണ്. കണ്ടോ, ഇതാണ് നിങ്ങൾക്ക് കിട്ടേണ്ട ഫിഗർ. ഇങ്ങനെ കിട്ടും നിങ്ങൾക്ക് ഫിഗർ. ഇതാണ് നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത് ഐസോമെട്രിക് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞിട്ട്.